ആശാപ്രവർത്തകരുടെ സമരത്തെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച സർക്കാർ സമരം പഠിച്ച് 3 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സമിതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഉന്നതതല സമിതി ജനത്തെ പറ്റിക്കാനെന്ന് ആശാവർക്കർമാർ പ്രതികരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടരുന്ന അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് പഠിക്കാനാണ് സർക്കാർ 5 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണും ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷ് കൺവീനറുമായ സമിതിയെ നിയോഗിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ധനവകുപ്പിൽ നിന്നും തൊഴിൽ വകുപ്പിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഓരോ ഉദ്യോഗസ്ഥർ വീതവും സമിതിയിൽ ഉൾപ്പെടും. നാഷണൽ ഹെൽത്ത് മിഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഹെഡ് KM സീനയും പഠന സമിതിയിലെ അംഗം. ആശാവർക്കർമാരുടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളിൽ നിന്നും അഭിപ്രായ സ്വരൂപണം നടത്തി 3 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സമിതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏപ്രിൽ 3-ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ആശാവർക്കർമാരുടെ വിവിധ ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന ചർച്ചയിൽ പഠന സമിതി നിയോഗിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയത്. അതേസമയം ഉന്നതതല സമിതി കണ്ണിൽ പൊടിയിടാനെന്ന് ആശാവർക്കർമാർ പറയുന്നു. ഈ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് 1 മാസം മുമ്പ് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. ഇപ്പോഴാണ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. നമ്മളുടെ സമരം തുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉത്തരവിൽ വന്നിരിക്കുന്നത് ഇനി 3 മാസം കൊണ്ട് പഠനം നടത്തിയിട്ട് അവരിനിയും ഒരു നടപടി എടുക്കുമെന്നാണ്. ഈ സമരം തുടങ്ങിയപ്പോൾ അവരൊരു കമ്മിറ്റി വെച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് ഇതിനകത്ത് തീരുമാനം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതിൽ യാതൊരു ആത്മാർത്ഥതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യം ഈ 2 വിഷയങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെയും പഠനത്തിൻ്റെയും ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സമ്മർദ്ദം, അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു കണ്ണിപ്പൊടിയിടാനുള്ള തന്ത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമായിരുന്നു. ആശമാരുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇന്ന് സമരം 95-ാം ദിവസത്തിലേക്ക് എത്തി. സംഘടനയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്ര കോഴിക്കോട് ജില്ലയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് കോടതിയിൽ മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നീക്കം. 95 ദിവസങ്ങളായി തുടരുന്ന സഹന സമരത്തിനൊടുവിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ജിയോ വരുന്നത്. ഉന്നത തല സമിതി രൂപീകരിച്ചുകൊണ്ട് സമരത്തെപ്പറ്റി പഠിക്കാനാണ് ഈ ഉത്തരവ്. പക്ഷേ ഉത്തരവിൽ ഒരു തരത്തിലുള്ള വിശ്വാസമില്ല എന്ന് പറയുകയാണ് ആശാവർക്കർമാർ. ക്യാമറാമാൻ വിജയൻ സായിക്കൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.